ഹലോ ഫ്രണ്ട്സ്, വാണ്ടർലസ്റ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗിയറിലെ എൻട്രി പോയിൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സമയം രാവിലെ 5:15. 5:30 റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ പ്രകാരം നമ്മൾ എത്തിയതാണ് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വന്നതാണെങ്കിൽ ഇവിടെ വന്നിട്ട് വണ്ടി നമുക്ക് പെർമിറ്റ് അലോ ചെയ്ത് കിട്ടണം. അതിനാണ് നേരത്തെ വന്ന് നിൽക്കുന്നത്. വേറെ ആരും എത്തിയിട്ടില്ല കേട്ടോ. 5:30 ആകുമ്പോഴത്തേന് വരാൻ പറഞ്ഞാണ്. ഞങ്ങൾ ഏകദേശം ഒരു 5:15 ആയപ്പോഴത്തേനും ഇവിടെ എത്തി. കാര്യം ഗിയറിന് തൊട്ടടുത്താണ് നമ്മൾ സ്റ്റേ എടുത്തിട്ടുള്ളത്. നടക്കാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ എത്ര ഭംഗിയിലാണ് ഇവിടെയൊക്കെ ഇവർ കീപ്പ് ചെയ്തേക്കുന്നതെന്ന് നോക്കി. തലേദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണേലും നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പെർമിറ്റ് കിട്ടിയ ശേഷം നമ്മൾ നേരെ കാടിനുള്ളിലേക്ക് പോകും. അതിരാവിലെ തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കാര്യം കൂടുതലും സിംഹങ്ങളുടെ ആക്ടിവിറ്റി കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അതിരാവിലെ, അതുപോലെ തന്നെ ഈവനിങ് ടൈമാണ്. ഈവനിങ് ടൈമിനെ അപേക്ഷിച്ച് രാവിലെയാണ് കേട്ടോ സൈറ്റിംഗ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ പോകാനായിട്ട് വന്നിരിക്കുന്നത്. എന്താണേലും പതിയെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. നമ്മുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ഗേറ്റിൽ നിന്നും കാട് തുടങ്ങുന്നിടത്തെത്തി. അവിടെ നമ്മുടെ ടിക്കറ്റൊക്കെ കാണിച്ച് അതെല്ലാം നമ്മുടെ ഗൈഡാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാടിനുള്ളിലേക്ക് പോകണം. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ദൂരെയായിട്ട് കാണാം. എന്തായാലും നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണല്ലേ. എന്താണേലും നേരം വെളുക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. കാര്യം നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ മുതൽ നമുക്ക് അലാം കോൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കാണാൻ സാധ്യതയില്ല. സോ നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കാട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ബൈക്കുമായിട്ട് കുറച്ച് പേര് ഇതിനുള്ളിലേക്ക് സിംഹങ്ങളെ തപ്പി പോയിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഗാർഡുമാരാണ്. ഏകദേശം 645ഓളം സിംഹങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരെ തപ്പി ബൈക്കിലാണ് കേട്ടോ ഫോറസ്റ്റ് ഗാർഡുമാരുള്ളിലേക്ക് പോയിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവർമാരും പക്മാർക്കൊക്കെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ആ പോകുന്നതൊരു ഫോറസ്റ്റ് ഗാർഡാണ്. നമുക്കിവിടെ 13 സോണുകളാണ് അലൗട്ട് ചെയ്തിട്ടുള്ളത്. ഈ 13 സോണുകളിലും ജിപ്സികളെ പ്രത്യേക കണക്കിലാണ് ഇവർ കയറ്റി വിടുന്നത്. നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സെയിം സോണിൽ കൂടെ മാത്രമേ യാത്ര ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ. മറ്റൊരു സോണിൽ സൈറ്റിംഗ് ഉണ്ടായാൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതാണ്ട് വീണ്ടും ഫോറസ്റ്റ് ഗാർഡ് പോകുന്നുണ്ടോ. ഇവരുടെ കയ്യിലൊരു വടി മാത്രമാണുള്ളത് കേട്ടോ. സിംഹങ്ങൾ നോർമലി മനുഷ്യന്മാരെ ഉപദ്രവിക്കാറില്ലെന്നാണ് ഇവിടുത്തെ പേര് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തൊട്ടടുത്തൊക്കെ പോയി നിൽക്കാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടിരുന്നു. പതിവ് ഇവിടെയും തെറ്റിയിട്ടില്ല. ഫസ്റ്റ് മാൻകൂട്ടങ്ങൾ തന്നെയാണ് കേട്ടോ സൈറ്റിംഗ്. നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതലും കാണുന്നത് ഇല പൊഴിയുന്ന വരണ്ട കാടുകളാണ്. ഇവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിമാണ്. ഇല പൊഴിയുന്ന വരണ്ട കാടുകൾ തന്നെയാണ്. വേനലായതുകൊണ്ട് തന്നെ ഇലയെല്ലാം പൊഴിച്ചങ്ങനെ നിൽക്കുകയാണ്. കടുത്ത വേനലിനെയാണ് കാട് അതിജീവിച്ചു കൊണ്ടിരിക്കുന്നതും. ഈ വേനലാണെങ്കിലും നമുക്ക് ഇതിനകത്തൂടെ യാത്ര ചെയ്യാനും കാണാനും ഒക്കെ ഒരു പ്രത്യേക ഫീലാണ്. അലാം കോൾ കേൾക്കുന്നുണ്ട് കേട്ടോ. അതാണ് വണ്ടി നിർത്തിയത്. കുറ്റിക്കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സൈറ്റിങ്സ് കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. നമുക്കിവിടെ സിംഹങ്ങളെ കാണാനുള്ള സാധ്യത 50% മാത്രമാണ്. 50% ലക്കാണ് കേട്ടോ. ശരിക്കും ഇതൊരു 3 ജില്ലയിലായിട്ട് പരന്നു കിടക്കുന്ന കാടാണ്. 650 സിംഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര ഏരിയയില്ലേ. സോ സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നിടത്ത് ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ആക്റ്റീവാണ്. मला जोड लागलं ना. മൂപ്പര് രാവിലെ നല്ല കലിപ്പിലാണ്. വേറെ ആരോടുമല്ല, ഭാര്യയോടാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി വേണമെങ്കിൽ അടുത്ത കൊമ്പയിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇത്
റോസ് റിംഗ് നെക്ഡ് പാരക്കീറ്റിൻ്റെ മെയിലാണ്. ഇതാണ് പറഞ്ഞ മൂപ്പത്തി. പുള്ളിക്കാരി ഇതൊന്നും കാര്യമൊക്കെ അതങ്ങനെ മാറിയിരിക്കുകയാണ്. പുള്ളിക്കാരിയുടെ കഴുത്തിൽ ചെറിയൊരു ലൈറ്റ് എല്ലോയാണ് കേട്ടോ റിങ്ങായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മെയിലിനെ ഫീമെയിലിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാവേ. ഇത് റെഡ് ഹെഡഡ് ഐബിസ് ആണ്. ഇതുപോലെ കോമൺ ആയിട്ടും റെയറായിട്ടുള്ള ഒരുപാട് ബേഡ്സിനെ നമ്മൾ യാത്ര തുടങ്ങിയതിൽ പിന്നെ കണ്ടു കേട്ടോ. കൂടുതലും ബേഡ്സിനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാടിൻ്റെ ചില ഭാഗങ്ങളിൽ കടും വേനലിലും ഇതുപോലെ തന്നെ പച്ചപ്പ് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ചില ഭാഗങ്ങളല്ല ഭൂരിഭാഗവും ഡ്രൈ ആണ്. എന്നാൽ ചില ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ പച്ചപ്പ് നിലനിൽക്കുന്നുണ്ട്. അതെന്താണേലും കൊള്ളാം. എന്താണേലും നമുക്ക് അധികം ആനിമൽസിനെ ഒന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ. കൂടുതലും ബേഡ്സിനെയാണ്. എന്താണേലും മുമ്പോട്ട് നമുക്ക് നോക്കാം എങ്ങനെ ആകുമെന്നുള്ളത്. നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്താണ് കേട്ടോ. സോ ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഗ്രേ ഫ്രാങ്കോളിൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ട്രിപ്പിൽ ഇവനെ കാണുന്നത്. അപ്പോൾ ആദ്യമേ കോഴിയുമായിട്ടുള്ളൊരു സാമ്യം കണ്ട് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായി, കാട്ടുകോഴിയാണോ എന്നുള്ളത്. പക്ഷേ കോഴിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ. മലയാളത്തിൽ ഇവനെ കോഴിക്കാട എന്നൊക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. വരണ്ട പ്രദേശങ്ങളിലാണ് കൂടുതലും കാണുന്നത്. ചെറുതായിട്ട് വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേനാണ് അദ്ദേഹത്തെ കണ്ടത്. വിശ്രമത്തിലാണ്. ഒരൊറ്റക്കൊമ്പമ്പ്ലാവാണ്. ഏജ് ആയതാണെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി അടുത്ത് ചെന്നിട്ടും പുള്ളിക്ക് വലിയ അനക്കമൊന്നുമില്ല കേട്ടോ. പുള്ളിക്കൊരു കൂട്ടായിട്ട് അടുത്ത് തന്നെ ഒരു തത്തമ്മയുണ്ട്. പുള്ളി അങ്ങനെ അതിഥികളെ ഒന്നും കാര്യമാക്കാതെ വയറ് നിറയ്ക്കാനുള്ള തെത്രപ്പാടിലാണ്. ഇത് നമ്മുടെ റോസ് റിംഗ് നെക്ഡ് പാരക്കീറ്റാണ്. അപ്പോൾ പാരക്കീറ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവർ മാത്രമല്ല, പ്ലം ഹെഡഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേ ഹെഡഡ് ഉണ്ട്. അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഓഹോ, ഇവിടെ നോക്കി നല്ല രീതിയിൽ പച്ചപ്പാണ് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ നല്ല അടിപൊളി പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ചില സ്ഥലത്ത് പക്ക ഡ്രൈവ് ആണ്. ഇത് നീൽഗൈയുടെ ഫീമെയിലാണ്. കുട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. കളർ വെച്ച് നോക്കുമ്പോൾ മെയിലുമായിട്ട് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. പെട്ടെന്ന് തന്നെ ഇവിടെ ഫീമെയിലിനെ മെയിലിനെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് രണ്ട് മാൻവർഗ്ഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. സ്പോട്ടഡ് ഇയറും നീൽഗൈയും രണ്ടും മാൻവർഗ്ഗത്തിൽ പെട്ടതാണ്. പക്ഷേ കണ്ടാൽ പറയുമല്ലേ. ഫോറസ്റ്റ് നല്ല ഡ്രൈ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മയിലിൻ്റെ കളർ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടിരിക്കാൻ നല്ല രസമാണ്. കണ്ണെടുക്കാനേ തോന്നത്തില്ല, അത്രയ്ക്ക് ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. ഇവനെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവൻ്റെ തല നമുക്ക് നേരെയും ഉടൽ നേരെ ഓപ്പോസിറ്റുമാണ് കേട്ടോ ഇരിക്കുന്നത്. തല തിരിഞ്ഞവനാണ്. അതാണ് ഇപ്പം നേരെയായി. ഹണി ബസാർഡാണ് അയാൾ. നമ്മുടെ തേൻ കുതിച്ച് പരന്നില്ലേ, തേനീച്ച കൂടൊക്കെ തകർത്ത് തേനെടുക്കുന്ന പുള്ളി തന്നെ അയാൾ. ഇവിടെ കൂടുതലും സിംഹങ്ങൾക്ക് ഇരയാകുന്നത് മാനുകളും മ്ലാവുകളാണ് കേട്ടോ. കാട്ടുപോത്തൊന്നും നമ്മുടെ കാട്ടിലെ പോലെ ഇവിടെയില്ല. സോ ഇവരൊക്കെയാണ് സിംഹങ്ങളുടെ പ്രധാന തീറ്റ. സിംഹം മാത്രമല്ല കേട്ടോ, ഹൈനയും പുള്ളിപ്പുലിയും ഒക്കെ ഇവിടെ ഉള്ളതാണ്. സിംഹത്തിൻ്റെയും പുലിയുടെയും ഹൈനയുടെ ഒക്കെ കൂട്ടത്തില്ല ഇവരുടെ പേര് പറയാൻ വിട്ടുപോയി കേട്ടോ. ഇവരുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഈ യാത്രയിലാണ് ഇവർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. ഇവരിവിടുത്തെ അന്തേവാസികൾ തന്നെയാണ് കേട്ടോ. ഒരു മാനിനെ ഓടിച്ചുകൊണ്ട് വന്ന് നിന്നതാണ്. മാൻ കുറച്ചപ്പുറേ പോയി നിന്നു. ഏതായാലും അമ്മമാർ ശ്രമം നടത്തിയതാണെന്ന് തോന്നുന്നു കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ സൈഡിലേക്ക് വന്ന് നിൽക്കുകയാണ്. അവിടെ തന്നെ ആയിട്ടൊരു നീൽഗൈയും ഉണ്ടേ. നമുക്ക് നോക്കാം അമ്മമാർ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത്. ഇതിനായിരുന്നു കേട്ടോ ഓടിച്ചുകൊണ്ട് വന്നത്. പക്ഷേ അമ്മമാർ ആ ശ്രമം ഉപേക്ഷിച്ചെന്നാണ് തോന്നുന്നത്. അവൻ അവിടെ മാറി നിൽപ്പുണ്ട്. അതിന് അങ്ങേ സൈഡിൽ കണ്ട ഒരു നീൽഗൈ കിടക്കുന്നുണ്ടോ. ഒരാൾ നേരെ അങ്ങോട്ടാണ് തോന്നുന്നു കേട്ടോ പോകുന്നത്. അങ്ങനെ കുറച്ചധികം സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തെങ്കിലും ഒരു ചേസിങ് പോലും കിട്ടിയില്ല കേട്ടോ. അമ്മമാർ അവരുടെ വഴിക്ക് പോയി. അങ്ങനെ നമ്മൾ റെസ്റ്റ് റൂമിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാം.
ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തു. സിംഹങ്ങളെ കാണാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. സോ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാവേ. നമ്മളെത്തിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ അവിടെ എത്തി കേട്ടോ. സോ ഇവരുടെ ടൈമെന്ന് പറയുന്നത് പക്കയാണ്. കൃത്യം പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ കാടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങുവേ. ഈ ഏരിയയിൽ കുറച്ച് ചതുപ്പുണ്ട്, അതിനകത്തൊക്കെ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ആനിമൽസ് ഇവിടെ ഉണ്ട് കേട്ടോ. മ്ലാവും മാനും കുരങ്ങും ഒക്കെ ഉണ്ട്, കുറേ അധികം ഉണ്ട്. ഈ റെസ്ലിംഗ് ആണ് തോന്നുന്നു കേട്ടോ. അടിപൊളി ഫ്രെയിമാണ് എന്താണേലും. അവിടെ ഹനുമാൻ ലങ്കൂർ ഇരിക്കുന്നുണ്ടോ. ഇവിടുന്ന് ഒരുപാടുണ്ട് കേട്ടോ ഹനുമാൻ ലങ്കൂർ. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറേ അധികം ബേഡ്സിനെ കാണാൻ പറ്റും കേട്ടോ. ബേഡിങ്ങിന് പറ്റിയ ഏരിയയാണ്. ഒരുപാട് ബേഡ്സ് ഉണ്ട്. യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയനാണ് ഇരിക്കുന്നത്. ഇതാണ്ട് നമ്മുടെ തിത്തിരിപ്പക്ഷി പോകുന്നതുണ്ടോ. ഇത് യെല്ലോ വാറ്റിൽഡ് ലാപ്പിംഗ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്നതാ ഈ സാധാരണ റെഡ് വാറ്റിൽഡ് ലാപ്പിങ്സ് ആണ്. എനിവേ ഇവിടെ നമുക്ക് യെല്ലോയും റെഡിനെയൊക്കെ ഒരുപാട് കാണാവേ. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ മയിലുകളെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. എനിക്ക് ഒരു പീലിയുള്ള മയിലും മറ്റേതും ആൺമയിലാണ് കേട്ടോ. അവൻ്റെ പീലിയൊക്കെ കൊഴിഞ്ഞു പോയതാണ്. രണ്ടുപേരും കൂടെ നടക്കുന്നുണ്ടോ. ബ്ലൂ ബുൾ മെയിൽ നമ്മുടെ വണ്ടിയോട് ചേർന്നാണ് കേട്ടോ നിൽക്കുന്നത്. കണ്ട നമ്മുടെ മുമ്പേ കണ്ട ഫീമെയിലിനേക്കാളുള്ള വ്യത്യാസം അവൻ്റെ കളറാണ്. പിന്നെ അവന് കൊമ്പുണ്ട്. അങ്ങനെ വ്യത്യാസങ്ങൾ ഏറെയാണ് കേട്ടോ ഫീമെയിലിനെ അപേക്ഷിച്ച്. കാണാനും കുറച്ചുകൂടെ ഭംഗി ഇവരെയാണ്. ഒരു കറുപ്പ് കലർന്ന നീല നിറം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ നമ്മളെ തന്നെ നോക്കി നിൽക്കണം കേട്ടോ. ക്രോസ് ചെയ്യാൻ വന്നിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ വണ്ടി കണ്ടുകൊണ്ട്. ഓ സദാസമയം ഇവർ ചെവി അനക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അണ്ടേ പോയി. നല്ല കടുത്ത വേനലിലാണ് നമ്മളിവിടെ എത്തിയത്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ചൂടൊന്നും അങ്ങനെ ഈ യാത്രയിൽ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ആനിമൽ സൈറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ യാത്ര ബോറാകുന്നുമില്ല. അതിസാഹസികമായിട്ടുള്ളൊരു രക്ഷാപ്രവർത്തനത്തിന് ശേഷമുള്ളൊരു റൊമാൻസാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് ഒരു ഉടുമ്പ് ഇവരിരിക്കുന്ന മരത്തിലേക്ക് കയറി വരികയും ഇവർ വല്ലാതെ ചിലക്കുകയും ചെയ്തിരുന്നു. വണ്ടി വരുന്ന കണ്ട് ഉടുമ്പ് അങ്ങ് ഓടിപ്പോയി. അതിന് ശേഷമാണ് കേട്ടോ അതാ ഇങ്ങനൊരു സീൻ കിട്ടിയത്. കൂടുകൂട്ടി മുട്ടയിടുന്ന സമയമായിട്ടുണ്ടാകും. എന്താണേലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇത് കണ്ടോ ഒരു നൈറ്റ് ജാർ ഇരിക്കുന്നുണ്ടോ. ആ മരക്കൊമ്പ് പോയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയാൽ അതിന്. ഇതിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇരുന്ന് ഉറക്കമാണ് ആൾ. ഇന്ത്യൻ റോബിൻ എന്ത് ഭംഗിയല്ല അതിൻ്റെ കളറ് കാണാനായിട്ട്. കുഞ്ഞ് കിളിയല്ലേ. ഇതിൻ്റെ ഫീമെയിലിന് വേറൊരു കളറാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജോൺസൺ എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര പുള്ളിയുടെ ഒരു ഫേവറേറ്റ് കിളിയായിരുന്നു തോന്നുന്നു കേട്ടോ. എവിടെ കണ്ടാലും പുള്ളി വണ്ടി എവിടെ നിർത്തിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇവരെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. നമ്മുടെ നാടുകളിലും കാണുന്നതാണ് കന്യാസ്ത്രീ കൊക്കുകൾ. അവരുടെ ആ കളർ കൊണ്ടാണ് ആ ഒരു പേര് അവർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് വെറുതെ അല്ലാന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഒരുപാട് ബേഡ്സാണ് കാണാനുള്ളത്. ഇതാണ്ടേ മറ്റൊരാളിരിക്കുന്നു, സ്പോട്ടഡ് ഔളറ്റ്. നമ്മളെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ, തലയൊക്കെ തിരിച്ച് വെച്ചിട്ട്. ഇപ്പോൾ ഇതാ തല തിരിച്ചിട്ടുണ്ട് ആൾ. ഇനി നമുക്ക് ഫ്രണ്ടിൽ പോയി കാണാം. എന്നെ നോട്ടമായിരുന്നല്ലേ. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ ഗീർ നാഷണൽ പാർക്കിൽ നമുക്ക് സിംഹങ്ങളെ കാണുവാനുള്ള സാധ്യത വെറും 50% മാത്രമാണ് എന്ന്. നമ്മളിപ്പോൾ അവിടെ ചെന്ന് 2-3 സഫാരി എടുത്തിട്ട് നമുക്ക് ലയൺസിനെ കാണാൻ പറ്റിയില്ല എങ്കിൽ സങ്കടത്തോടെ തിരിച്ചു വരേണ്ട. അവിടെ മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, ദേവാലിയ ലയൺസ് പാർക്ക്. ഗീർ നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, പക്ഷേ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് സിംഹങ്ങൾ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ തന്നെയാണ് ജീവിക്കുന്നത്. സ്വന്തമായിട്ട് വേട്ടയാടി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. സോ അതിനകത്ത് നീൽഗൈസിനെയും മാനിനെയും ലയൺസിനെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ലെപ്പേഡ്സിനെ കാണാമേ. മോനെ നോക്കി ഒരാളുടെ കിടപ്പ് കണ്ടു. ആഹാ, ഇത് നമ്മുടെ ലയൺസ് പാർക്കിനകത്തെ കാഴ്ചയാണ് കേട്ടോ. ഇവരെ ഒരു വലിയൊരു ട്രെഡ്ജിനകത്താണ് ഇട്ടിരിക്കുന്നത്. ബിക്കോസ് ഇവർ മാനിറ്റേഴ്സാണ്. പല സ്ഥലങ്ങളിലായിട്ട് മനുഷ്യനെ ആക്രമിച്ച് കുറേയധികം പുലികളെ കൊണ്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇവരെ മാത്രമേ ഇവിടെ ഇതുപോലെ ഡ്രിഞ്ചിനകത്ത് ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കാട്ടിൽ ജീവിക്കുന്നവർ തന്നെ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അടിപൊളി.
ഉലുക്കക്കാളായി. അതുകൊണ്ട് ഈ ഏരിയ നിറച്ചും കഴുകന്മാരാണ് കേട്ടോ. സിംഹത്തിൻ്റെ കില്ലിൻ്റെ ബാലൻസ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. എന്തോ ബാലൻസ് ഒക്കെ ഉണ്ട്, കുറേ എണ്ണം കുത്തി പറിക്കുന്നുണ്ട്. അടുത്തെവിടെയെങ്കിലും സിംഹങ്ങൾ കാണാൻ സാധ്യത ഉണ്ടെന്നാണ് ഗേഡിയേട്ടൻ പറഞ്ഞേക്കുന്നത്. ഓഹ്, എന്നാ സൈസല്ലേ. എന്തിനെ കൊന്നിട്ടെന്ന് കാണാൻ പറ്റുന്നില്ല, അത്യാവശ്യം ദൂരത്തിലാണ്. എനിക്ക് അവിടെ എല്ലാം കുത്തി പറിക്കുന്നുണ്ട്. ഇതുണ്ടോ പച്ച ഇറച്ചി, ആ ഒരു കഴുകൻ ഒറ്റയ്ക്കിരുന്ന് കുത്തി പറിക്കുന്നുണ്ടോ, ഇല്ലെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഫൈനലി നമുക്കിത് ആൾക്കാരെ കിട്ടി കേട്ടോ. 2 മെയിൽസാണ്. ഡ്രൈവർ ഓൾറെഡി പറഞ്ഞിരുന്നു തൊട്ടടുത്ത് തന്നെ കാണുമെന്ന്. വലിയ ദൂരം അല്ലാതെ തന്നെ ഇതാ 2 പേരെ നമുക്ക് കാണാൻ പറ്റി. ഫീമെയിൽസ് ഒന്നും ഇല്ല കേട്ടോ തൊട്ടടുത്ത്. തീറ്റ കഴിഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പാണ് കേട്ടോ. ഒരാൾ തലപൊക്കിയിട്ടുണ്ട്. നേരെ തിരിഞ്ഞ കേട്ടോ ഇരിക്കുന്ന, മുഖം ഒന്നാ അതേ നോക്കി മുഖം കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഇവന്മാരല്ലേ ശരിക്കും ഭയങ്കര മടിയന്മാരാണ് കേട്ടോ. ഇവന്മാരൊരു കില്ല് നടത്തി ഫുഡൊക്കെ അടിച്ചാൽ പിന്നെ ഒരു 5 ദിവസത്തിന് ഇവന്മാർ ആക്റ്റീവ് ആയിരിക്കത്തേ ഇല്ലെന്നാണ് കേട്ടോ പറയുന്നത്. ഏകദേശം 5 ദിവസത്തോളം ഇവന്മാർക്ക് ആ ഒരു ഫുഡ് മതിയാവും. പിന്നെ ഇവന്മാരങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ മാത്രമായിരിക്കും ഇവന്മാർ ക്രോസ് ചെയ്യുന്നതൊക്കെ. അതുവരെ ഇവന്മാർക്ക് കൂടുതൽ ഉറക്കം തന്നെ ആയിരിക്കും പരിപാടി എന്നാണ് കേട്ടോ ഗേഡിയേട്ടൻ പറഞ്ഞത്. നോക്കി ഇവിടെ 2 അമ്മമാരെ സുഖിച്ച് കിടക്കുവാണ്. ഒരാൾ കംപ്ലീറ്റ് ഉറക്കമാണ് കേട്ടോ, നല്ല ഉറക്കത്തിലാണ് ആൾ. വണ്ടി വന്നതൊന്നും പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല. അവിടെ കിടപ്പുണ്ടോ, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞതാണ് കേട്ടോ. നോക്കി, ഓ പിന്നെയും കിടന്നു. എണീക്കാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ ആൾക്ക്? എണീക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല കേട്ടോ. എന്താണെങ്കിലും ഇവനൊരു യങ് മെയിലാണ്. നോക്കി അവരുടെ ഫേസ് നല്ല രീതിയിലൊന്ന് കാണാൻ പറ്റാം. അങ്ങേ സൈഡിലേക്ക് കാടാണ്, നമുക്ക് അങ്ങോട്ട് കയറി കാണാൻ പറ്റത്തില്ല. സ്ട്രെയിറ്റ് ആണ് വഴിയുള്ളത്. ഇന്ന് തിരിയാൻ എന്തൊരു മാർഗം ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നല്ലേ. എനിക്ക് പക്ഷെ അമ്മ എണീക്കുന്ന ലക്ഷണമൊന്നും കാണിക്കുന്നില്ല. അമ്മമാർക്ക് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പരന്നിരിക്കുന്നത്. ഇങ്ങനെ 4 പാടും വീക്ഷിക്കുന്നുണ്ട്. നോക്കി, ഇത് കണ്ടോ വേറൊരു പരുന്ത്. ഞാനത് ഇറച്ചി കുത്തി വലിച്ചെടുക്കുവാണ് കേട്ടോ. മറ്റിടത്തുനിന്ന് കുത്തിക്കൊണ്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. പണ്ട് എല്ലാം പരുന്തുകൾ മാത്രമായിരുന്നു. ആകപ്പാടെ അറിയാവുന്നത് ചെമ്പരുന്തും കൃഷ്ണപ്പരുന്തുമായിരുന്നു. ഇപ്പോൾ നോക്കി എത്രമാത്രം പരുന്തുകളുണ്ട് എന്നുള്ളത്. ഭീകര കാഴ്ചയല്ലേ. ഇറച്ചിയാണ് അവൻ കുത്തിവലിക്കുന്നത്. അങ്ങനെ നമ്മുടെ സഫാരി ഏകദേശം കഴിയാറായിട്ടുണ്ട്. സന്ധ്യയായി തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ ഇനി പുറത്തേക്ക് പോവാണ് കേട്ടോ. ആ പടം നമുക്ക് 2 സിംഹങ്ങളെ മാത്രമാണ് കാണാൻ സാധിച്ചത്. ഇതുപോലും കാണാതെ പുറത്തേക്ക് പോയ ആൾക്കാരുണ്ട് സഫാരിക്ക് വന്നിട്ട്. എന്താണെങ്കിലും നമുക്ക് 2 സിംഹങ്ങളെ കിട്ടി. നമ്മൾ പുറത്തേക്ക് പോവുകയാണേ. ഇവിടെ രാവിലെ ഒരു പെൺസിംഹം കുട്ടികളുമായിട്ട് ക്രോസ് ചെയ്ത് പോയായിരുന്നു. അപ്പം ഈവനിങ് ആയതുകൊണ്ട് അത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടികൾ വെയിറ്റ് ചെയ്യുവാണേ. നമുക്ക് നോക്കാം കാണാൻ പറ്റുമെന്നുള്ളത്. ഓൾമോസ്റ്റ് നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. എങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. ഫ്രണ്ട്സ് അതിനെ വരുന്നുണ്ട്. ഫോക്കസ് ആകെ അയ്യോടാ, ഫോക്കസ് ആകുന്നില്ല. അതിന് പോകുന്നു, മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഫോക്കസ് ആകുന്നില്ല. ഈ സൈഡിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് നോക്കി, ഫീമെയിലാണേ. അവർ പറഞ്ഞ സിംഹമാണോ എന്നറിയത്തില്ല. അത് പുറകേക്ക് നോക്കുന്നുണ്ട്, കുട്ടികളുണ്ടോ എന്നറിയത്തില്ല കേട്ടോ. ഓനെ ഇടു अड्डी लगी रोकी दे बे गाड़ी वेस्ट में निकल जाएगा वहां है वो लोग है ना वहां ले जगह जगह वहां ले जा റോഡ് ക്രോസ് ചെയ്തവൻ നേരെ നമുക്ക് മുമ്പിലേക്കാണ് കേട്ടോ വരുന്നത്. പക്ഷേ ചെറിയൊരു ഇഷ്യൂ ഉള്ളത്, നമുക്ക് ലെൻസ് മാറാനുള്ള സമയമില്ല. ആ സമയം കൊണ്ട് ചിലപ്പോൾ കയറിപ്പോവും. സോ എനിക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓരവൻ്റെ ആ നോട്ടൊക്കെ ഉണ്ടോ, ക്രോസ് ചെയ്തു. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വരവ് കണ്ടോ. ഇവിടെ ഒരു ജിപ്സി സഫാരിക്ക് 4700 രൂപയാണ് വരുന്നത്. മാക്സിമം 6 പേർക്ക് വരെ പോകാം. ഒരു ദിവസം 3 സഫാരികളായിരിക്കും ഉണ്ടാവുക. രാവിലെ 6 മണിക്ക്, 9 മണിക്ക്, വൈകുന്നേരം 3 മണിക്ക്. സീസൺ അനുസരിച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും കേട്ടോ.
കേരളത്തിൽ നിന്നും എല്ലാ തിങ്കളാഴ്ചകളിലും വെരാവലിലേക്ക് ട്രെയിൻ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വെരാവലിലെത്തി അവിടെ നിന്നും ബസ്സിനോ അല്ലെങ്കിൽ ടാക്സിക്കോ ഗീറിലേക്ക് എത്താം. ഏകദേശം 40 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ബഡ്ജറ്റ് ഫെസിലിറ്റീസ് ഒരുപാടുണ്ട്. സോ പോവുകയാണെങ്കിൽ 2-2.5 സഫാരികൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു സഫാരിക്കൊന്നും ചിലപ്പോൾ നമുക്ക് ലയൺസിനെ കാണാൻ പറ്റിയില്ല എന്ന് വരുവേ. അങ്ങനെ നമ്മുടെ സിംഗപ്പെണ്ണതാ നടന്ന് നമ്മളെ ക്രോസ് ചെയ്ത് നേരെ കാടിനുള്ളിലേക്ക് കയറി പോവുകയാണ്. എന്താണേലും നല്ല രീതിയിലുള്ള സൈറ്റിങ്സ് പുള്ളിക്കാർ തന്നിട്ടാണ് കേട്ടോ കയറി പോകുന്നത്. കുട്ടികളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ കുട്ടികൾ കൂട്ടത്തിലില്ല കേട്ടോ. അവരാ പറഞ്ഞ സിംഹം എല്ലാം തോന്നുന്നത് ഈ ഒരു യങ് ഫീമെയിലാണ് കണ്ടിട്ട്. നോക്കി പതിയെ കാടിനുള്ളിലേക്ക് പോവുകയാണേ. അങ്ങനെ നമ്മൾ സിംഹങ്ങളെയൊക്കെ കണ്ട് നേരെ പുറത്തേക്ക് പോരുവാണ്. അപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുവാണ്. 3 നമ്മൾ കവർ ചെയ്തത്. ജലാന, റൺതംബോർ ആൻഡ് ഗീർ. അവിടെ നിന്നൊക്കെ നമുക്ക് ബിഗ് ക്യാറ്റിനെ കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 11 ആളുകളാണ് കേട്ടോ ഈ വരുന്നത്. ഇവരില്ലാതെ ഈ യാത്ര പൂർണ്ണമാകില്ലായിരുന്നു. അപ്പം നല്ല സന്തോഷകരമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഇതുപോലുള്ള ട്രിപ്പിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 11 പേരെ ഒന്ന് പരിചയപ്പെടാം. മിലേഷ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. പിന്നെ ഹാരിസേട്ടൻ, അനന്തു, ഷഹനാസ് ബ്രോ, അതുപോലെ തന്നെ ബീവൻ ചേട്ടാ ഒന്ന് തല കാണിച്ച്. ബീവൻ ചേട്ടൻ, അനന്ത് ബ്രോ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ലേഡി മാം ബിന്ദു മാം, ദെൻ അനൂപ് ചേട്ടൻ, കാർത്തിക് ബ്രോ, യെസ് കാർത്തിക് ബ്രോ, ദെൻ അതാണ്ട് വേറൊരു സെലിബ്രിറ്റി ഒപ്പം നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മുടെ ജിനോ ചേട്ടൻ. പുള്ളി കുറച്ച് ദൂരത്തിലാണ് കേട്ടോ. ജിനോ ചേട്ടാ, എങ്ങനെയുണ്ട് പ്രോഗ്രാം? അടിപൊളിയായിരുന്നു കേട്ടോ. ആണല്ലേ, നമുക്ക് ഇനി നടക്കുന്നല്ലേ? ഇനി നടക്കുന്നു പ്രോഗ്രാം, ഇനി കാണുന്നുണ്ട്. ജിനോ ചേട്ടാ, അല്ല ജോൺസൺ ബ്രോ. അങ്ങനെ ഇനി നമ്മൾ നേരെ കേരളത്തിലേക്ക് പോരുകയാണ്. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ യാത്രയുടെ അവസാനം മറ്റൊരു യാത്രയുടെ തുടക്കമാണല്ലോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള യാത്രകളിൽ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാൻ മടിക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലെസ് ടീം സൈനിങ് ഓഫ്.